നമ്മൾ നവരാത്രി സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഡേ 1 തൊട്ട് ഡേ 6 വരെ ഏതൊക്കെ ദേവിയെയാണ് പൂജിക്കുന്നതെന്നും ഓരോ ദേവിയുടെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമുക്ക് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ നോക്കി. അതായത് ഡേ 1 ശൈലപുത്രി തൊട്ട് ഡേ 2 ബ്രഹ്മചാരിണി, പിന്നെ ഡേ 3 ചന്ദ്രഘണ്ഠ, ഡേ 4 കുഷ്മാണ്ഡ, പിന്നെ ഡേ 5 സ്കന്ദമാത, ഡേ 6 കാത്യായിനി. ഇങ്ങനെ നമ്മൾ 6 ദേവിയാണ് കവർ ചെയ്തത്. 6 ദിവസം 6 ദേവി. ഇനി ഡേ 7, ഡേ 8, ഡേ 9 നവരാത്രികളുടെ ലാസ്റ്റ് 3 ദിവസം ഏതൊക്കെ ദേവിയാണ് നമ്മൾ പൂജിക്കുന്നതെന്നും അവരുടെ എന്തൊക്കെ ക്വാളിറ്റീസ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെന്നും ഓരോ ദേവി നമുക്ക് തരുന്ന എന്തൊക്കെ മെസ്സേജസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഇടനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഡേ സെവൻ ദുർഗാദേവിയുടെ ഏറ്റവും ഫിയേഴ്സെസ്റ്റ്, അതായത് ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു രൂപമാണ്. അതായത് കാലരാത്രി എന്നാണ് പറയുന്നത്. ഈ ദേവിയെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടി വരും. ബിക്കോസ് ഭയങ്കര മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ തുറപ്പിച്ച് നോക്കുക, നമ്മളെ പേടിപ്പിക്കുന്ന പോലെയാണ്. പക്ഷേ എന്നാൽ പോലും ഈ ദേവിയെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ ഭയങ്കര സ്നേഹമാണ്. ഈ ദേവി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് വിശ്വാസം. ഈ ദേവിയുടെ ഒരു കഥയുണ്ട്. കുറെ അസുരന്മാര് ദേവലോകവും ഭൂമിയും ഒക്കെ അവരുടെ ഇരുട്ട് വെച്ച് പേടിപ്പിച്ചപ്പം ഈ ദേവി പ്രതിഷ്ഠപ്പെട്ടു. ഈ ദേവി ഒന്ന് ശബ്ദം ഉയർത്തിയപ്പോ തന്നെ 3 ലോകങ്ങളും, അതായത് ഭൂമിയും സ്വർഗവും പാതാളം ഒക്കെ അങ്ങനെ ഷെയ്ക്കായി. അത് മാത്രല്ല, ദേവി ഒന്ന് തുറപ്പിച്ച് നോക്കിയപ്പോ തന്നെ ആ അന്ധകാരം, അതായത് ആ ഇരുട്ട്, അസുരന്മാരുടെ ഇരുട്ട് ഇല്ലാണ്ടായി. അപ്പം ഇത് നമുക്ക് തരുന്ന ഒരു ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരം, അതായത് ഇരുട്ടിനെ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിക്കും ഒരു പവർ ഇല്ലാണ്ടാവും. ശരിക്കും നമ്മുടെ മോഡേൺ ലൈഫിൽ, അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, അതൊക്കെ നമ്മൾ അപ്പൊ ഫേസ് ചെയ്യാനുള്ള ഒരു മടി കാരണം നമ്മൾ ഇഗ്നോർ ചെയ്യും. പക്ഷെ ഈ ദേവി നമ്മളോട് പറയുന്നത്, ഈ വിഷമങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കാണ്ട്, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാണ്ട് നമ്മൾ ഇപ്പൊ തന്നെ ഫേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പവറും ഇല്ല. അപ്പൊ നമുക്കിതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് നമുക്ക് ഈ ദേവി പറഞ്ഞു തരുവാണ് ചെയ്യുന്നത്, എന്താണ് ഒരു ഫിയർ, നമ്മൾ ഇത്രയും കാലമായിട്ട് അവോയ്ഡ് ചെയ്ത് നടക്കുന്നത്, അതെന്താണ് നമ്മൾ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാൻ നോക്കണം. പിന്നെ ഡേ 8, അതായത് മഹാഗൗരി എന്ന് പറഞ്ഞ ദേവിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ നമ്മുടെ ഫിയേഴ്സ്, നമ്മുടെ ഇരുട്ടൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അങ്ങനെ തന്നെ മഹാഗൗരി ദേവിയുടെ ഒരു പ്യൂരിറ്റി, പീസ്ഫുൾനെസ് ആണ് കാണിക്കുന്നത്. ദേവി ഒരു വൈറ്റ് ഡ്രസ്സിൽ ഒരു ബുള്ളിന്റെ മുകളിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്കിനി വിഷമങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ നമ്മുടെ ഉള്ളിലത്തെ ഫിയർ, നമ്മുടെ ഉള്ളിലത്തെ വിഷമങ്ങളൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മളൊരു പീസ്ഫുൾ സ്റ്റേറ്റ്, അതായത് നമ്മളൊരു സമാധാനത്തിന്റെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അപ്പം ശരിക്കും ഡേ 1 തൊട്ട് നമ്മളെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളെ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സമയത്ത് ഫൈറ്റ് ചെയ്ത് കറേജ് നൽകി നമ്മൾ പീസ്ഫുൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വഴിയാണ് കാട്ടിത്തരുന്നത്. അപ്പം ശരിക്ക് ഇതിന് പിന്നിലും ഒരു കഥയുണ്ടെന്നാണ് പറയുന്നത്. കാളരാത്രി ദേവി ഈ ഇരുട്ടിനെയൊക്കെ ജയിച്ച് വന്ന് ഒരു ദിവസം ഇങ്ങനെ ഗംഗ റിവറിൽ കുളിക്കുന്ന സമയത്ത് ആ സോപ്പിന്ന് വരുന്ന ഒരു ദേവിയായിരുന്നു മഹാഗൗരി. അതായത് അത്രയും പ്യുവർ, അത്രയും വൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേവിക്ക് ഭയങ്കര ഒരു പ്യൂരിറ്റീന്റെ ഒരു സിമ്പിൾ ആണുള്ളത്. ഈ ദേവിയെ വർഷിപ്പ് ചെയ്യുന്നതിന്റെ റീസൺ തന്നെ, നമ്മൾ ഇത്രയും നമ്മുടെ വിഷമങ്ങളൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ലൈഫിന് സിമ്പിൾ ആയി, നമുക്ക് സമാധാനം ഉണ്ടായി എന്നുള്ളൊരു റെപ്രസെന്റേഷൻ ആണ്. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യല്ലേ നമ്മുടെ ലൈഫിൽ. നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വലുതാക്കും. പക്ഷെ ചെറിയ കാര്യമായിരിക്കും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഡേ ടു ഡേ ലൈഫിലുള്ളൊരു ഇഷ്യൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു സമാധാനം, ഒരു പീസിന് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് അലഞ്ഞു തിരിയും.
അപ്പം ശരിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു സമാധാനമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ ഏതൊരു ഏരിയയിലാണ്, ഏതൊരു പാർട്ടിലാണ് നമുക്ക് ലൈഫ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക ഇൻസ്റ്റെഡ് ഓഫ് കോംപ്ലിക്കേറ്റിംഗ് തിങ്സ്. അതാണ് ഈ ദേവി നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തത്, അതായത് ലാസ്റ്റ് ആണ് ഡേ 9, സിദ്ധിദാത്രി എന്ന് പറഞ്ഞ ദേവിയെ പ്രാർത്ഥിക്കുന്നത്. സിദ്ധിദാത്രി എന്ന് പറഞ്ഞാൽ തന്നെ സിദ്ധികൾ, അതായത് നമുക്ക് പവർ തരുന്ന ഒരു ദേവിയാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് വരദാനായിട്ട് തരും. അതായത് നമ്മൾ ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞു, നമ്മൾ ശൈലപുത്രിയായിട്ട് തുടങ്ങി എല്ലാ ഫേസും കവർ ചെയ്ത് സിദ്ധിദാത്രി നമ്മൾ പീസ്ഫുൾ, ആ ഒരു വിസ്ഡം, ആ ഒരു ഇന്നർ സമാധാനം നമ്മൾ കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ ദേവിയാണ് നമുക്ക് തരുന്നത്. അപ്പം ഈ ദേവിയുടെ ഒരു കഥയുണ്ട്. ഇപ്പം യൂണിവേഴ്സ്, അതായത് ഈ ലോകം ഉണ്ടാവണേക്കാളും മുന്നേ തന്നെ ഈ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് സിദ്ധിദാത്രി ദേവിയാണ് എല്ലാ ഭഗവാന്മാർക്കും അവരുടെ പവർ കൊടുത്തതും ഈ സൃഷ്ടി ക്രിയേറ്റ് ആവാൻ വേണ്ടിയുള്ള പവർ കൊടുത്തതും നോക്കാം. അപ്പം ശരിക്കും ഈ ഒരു ലെവൽ എത്തുമ്പം നമുക്ക് എല്ലാം കിട്ടി. നമ്മൾ എല്ലാ സ്റ്റേജും അനുഭവിച്ചു കഴിഞ്ഞു. നമ്മൾ ഫോക്കസ്ഡ് ആയിരുന്നു, ഡിസിപ്ലിൻഡ് ആയിരുന്നു, നമുക്ക് കറേജ് ഉണ്ടായിരുന്നു, നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു, ഇൻജസ്റ്റിസ് വരുമ്പം നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ നമ്മുടെ ഫിയർ, നമ്മുടെ ഡാർക്ക്നെസ് ഫേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പീസ്ഫുൾ, ആ ഒരു സമാധാനത്തിന്റെ ആ ഒരു പോയിന്റിലേക്ക് എത്തി. അപ്പം അതൊക്കെ നമ്മൾ കവർ ചെയ്യുമ്പം സിദ്ധിദാത്രി ദേവി തന്നെത്താൻ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്കുള്ള പവറൊക്കെ തരുന്നാണ് വിശ്വാസം. അപ്പം ശരിക്കും നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മെറ്റീരിയൽ ഗോൾസ് ആണ് നമുക്കുള്ളത്. നമ്മൾ ഫേമസ് ആവണമെന്നുണ്ട്, ചില ആൾക്കാർക്ക് വെൽത്ത്, കാശ് വേണമെന്നുണ്ട്, ചില ആൾക്കാർക്ക് കുറെ സാധനങ്ങൾ വേണമെന്നുണ്ട്. പക്ഷേ ശരിക്കും ഇതൊക്കെ കിട്ടിയിട്ട് പോലും ചില ആൾക്കാർ ഭയങ്കര എംപ്റ്റിയാണ്, ഒരു സമാധാനം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും വിചാരിക്കും കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും എന്ന്. പക്ഷെ അതൊന്നും അല്ലായിരിക്കും ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. ഒന്നുമില്ലെങ്കിലും ഹാപ്പി ആയിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് നമുക്ക് സിദ്ധിദാത്രി എത്തിച്ചു തരുന്നത്. അപ്പം ഇന്ന് നമുക്ക് ഇരുന്നിട്ട്, അതായത് നവരാത്രി തീരുന്ന ഈ ദിവസം നമുക്ക് ഇരുന്നിട്ട് ആലോചിക്കാൻ പറ്റും, ശരിക്ക് ഒരു സക്സസ് എന്ന് പറയുമ്പം നമുക്ക് എന്താണ് അതിന്റെ അർത്ഥം. ഇന്നത്തെ ദിവസം, ഇന്നിപ്പം വാട്ട് ഡസ് സക്സസ് മീൻ ടു മീ റൈറ്റ് നൗ, അല്ലെ? എല്ലാവർക്കും വേറെ വേറെ ഡെഫിനേഷൻ ആയിരിക്കും. പക്ഷെ അതെന്തായാലും ഈ വെൽത്തോ ഫെയിമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ശരിക്കും നവരാത്രി ഈ 9 ദിവസങ്ങള് നമ്മള് ഒരു ജേർണി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമുക്ക് എന്നുമില്ല ഈ ഡേ ടു ഡേ ഹസൽ ബസലൊന്നും ഇരുന്ന് സംസാരിക്കാനോ ആലോചിക്കാനോ ഒന്നും പറ്റില്ല. അപ്പം ഈ ഒരു 9 ദിവസം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ച്, ഇതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത്, നമ്മളെ തന്നെ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ 9 ദേവികള് നമുക്ക് എല്ലാവർക്കും ഒരു എൻകറേജ്മെന്റ്, ഒരു മോട്ടിവേഷൻ ആവട്ടെ. എല്ലാവർക്കും ഹാപ്പി നവരാത്രി. അപ്പൊ നമ്മൾ നോക്കിയ 9 ദേവിമാര്, അവരുടെ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ നല്ല പോലെ മാറാൻ പറ്റട്ടെ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ, ഈ സീരീസ്, കുട്ടി സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.